ബഹുമാനമുള്ള ജനാധിപത്യ വിശ്വാസികളെ, ഞാൻ 2 വർഷം മുമ്പ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന് ഒരു പരാതി സമർപ്പിക്കുകയുണ്ടായി. എന്താണ് പരാതിയിൽ പറയുന്നത് എന്തെന്നാൽ, അശാസ്ത്രീയമായ വാർഡ് വിഭജനം കാരണത്താൽ വേക്കോട് പ്രദേശത്തുള്ള ആളുകൾക്ക് വേക്കോട് വോട്ട് ചെയ്യേണ്ട ആളുകൾ പൂവത്തിക്കൽ വാർഡിൽ പെടുകയും തൽഫലമായി നമ്മുടെ ഒരു കാര്യങ്ങളും അറിയാതെ പോവുകയും നമ്മുടെ ഒരു വികസനങ്ങളും കിട്ടാതെ പോവുകയും ചെയ്യുന്നു. കാരണം വർഷങ്ങൾക്ക് മുമ്പ് UDF ഭരിക്കുന്ന കാലത്ത് ലീഗ് മെമ്പർ, പൂവത്തിക്കൽ വാർഡ് ലീഗ് മെമ്പർ അവരുടേതായ ആളുകളെ 250 ആളുകളെ വേക്കോട് വാർഡിൽ ഉൾപ്പെടേണ്ട ആളുകളെ പൂവത്തിക്കൽ വാർഡിൽ ചേർക്കുകയും തൽഫലമായി വേക്കോട് ബൂത്തിൻ്റെ അടുത്തുള്ള ആളുകൾക്ക് പോലും ഇലക്ഷൻ വരുന്ന സമയത്ത് വേക്കോട് വോട്ട് ചെയ്യാൻ കഴിയാതെ 1.5-2 കിലോമീറ്റർ അപ്പുറത്തുള്ള പൂവത്തിക്കൽ വാർഡിൽ വോട്ട് ചെയ്യേണ്ട ഒരു ഗതികേട് വന്നിരിക്കുന്നു. വേക്കോട് പ്രദേശത്തുള്ള പഴയ 5-ാം വാർഡ് എന്നുള്ളത് കുരിക്കലമ്പാട്, വേഴക്കോട് തുടങ്ങിയ ചൂനിയോട് തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ജനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വാർഡായിരുന്നു. ഇപ്പോൾ അത് വാർഡ് വിഭജനം വന്ന സമയത്ത് നമ്മുടെ വേക്കോട് വാർഡിലുള്ള ആളുകൾ അതേപോലെ തന്നെ പൂവത്തിക്കലിൽ നിന്നും പണ്ട് പോയ 250-250ഓളം പോയ ആളുകൾ വേക്കോട് വീണ്ടും വരികയും അതേപോലെ നമ്മുടെ കാട്ടിയടിപ്പോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കുറച്ച് ആളുകളും വേക്കോടിലേക്ക് വരികയുണ്ടായി. വേക്കോട് 5-ാം വാർഡ് എന്നുള്ളത് 6-ാം വാർഡായി. പണ്ട് വേക്കോട് വാർഡും അതേപോലെ തന്നെ കുരിക്കലമ്പാട് പ്രദേശം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുരിക്കലമ്പാട് പുതിയൊരു വാർഡായി രൂപീകൃതമായി. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാനുള്ളൊരു വക എന്തെന്നാൽ, ഞാൻ ഇന്ന് 2024 നവംബർ 29-ാം തീയതി ഊർങ്ങാട്ടിരി പഞ്ചായത്തിൽ നിന്നും പുതിയ വാർഡ് വിഭജനത്തിൻ്റെ രൂപരേഖ ഞാൻ ആവശ്യപ്പെട്ടു. തൽഫലമായി അത് എനിക്ക് ലഭിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു ചിത്രമാണ് ഈ കാണുന്നത്. ഇതിലുള്ളത് നമ്മുടെ മൊത്തം വോട്ടർമാർ 1657, പഴയ വോട്ടർമാർ പഴയ വേക്കോട് വാർഡിലെ വോട്ടർമാർ 1300. ഇപ്പോൾ വേക്കോട് വാർഡ് 5-ാം വാർഡുള്ളത് 6-ാം വാർഡ് ആയിരിക്കുന്നു. അതേപോലെ തന്നെ ഇതിൽ ടോട്ടൽ വോട്ടർമാർ 1657 ഉണ്ട്. നിർദ്ദിഷ്ട നിയോജക മണ്ഡലത്തിൽ ഉൾക്കൊള്ളുന്ന വാസഗൃഹങ്ങളുടെ എണ്ണം അഥവാ വീടുകളുടെ എണ്ണം 477 ടോട്ടൽ. ഇതിൻ്റെ അതിരുകൾ ഒന്ന് വിശദീകരിക്കാം. വടക്ക് ചെക്കുന്നുമല, കിഴക്ക് എടവണ്ണ പഞ്ചായത്ത്, തെക്ക് മുടിക്കുന്ന് എസ്റ്റേറ്റ്, കൊരമ്പമല, കളരിപ്പറമ്പ്, അത്തിക്കുണ്ട് റോഡ്, പടിഞ്ഞാറ് കാട്ടിയാടിപ്പൊയിൽ ഓളിയാറ റോഡ്, കോലാർത്തോട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു വസ്തുത, വാർഡ് വിഭജനം ഊർങ്ങാട്ടിരി പഞ്ചായത്ത് പൂർത്തീകരിച്ചു. പുതിയതായി 3 വാർഡുകൾ വന്നിരിക്കുന്നു. അതിൽ ഒരു വാർഡാണ് കുരിക്കലമ്പാട് എന്നുള്ളത് പണ്ട് വേക്കോട് വാർഡിലായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ വേക്കോട് 6-ാം വാർഡ് എന്ന ഒരു വാർഡ് രൂപീകൃതമായത് 250ഓളം ആളുകൾ പൂവത്തിക്കൽ വാർഡിൽ പോയ ആളുകളെ തിരികെ വിളിക്കുകയും അതേപോലെ തന്നെ കാട്ടിയാടിപ്പോയിൽ നിന്നുള്ള ഒരു പ്രദേശത്തുള്ള കുറച്ച് ആളുകളും ചൂനിയോട് ഭാഗത്തുള്ള ആളുകളും വേക്കോട് പ്രദേശത്തുള്ള ആളുകളും ഉള്ള സമഗ്രമായ വേക്കോട് പ്രദേശത്തുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വേക്കോട് 6-ാം വാർഡ് എന്ന ഒരു വാർഡ് രൂപീകൃതമായിരിക്കുന്നു. അതിൽ എനിക്കും നമ്മുടെ നാട്ടുകാർക്കും വളരെയധികം സന്തോഷമുണ്ട്. 2 വർഷം മുമ്പ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന് ഒരു പരാതി അഥവാ നിവേദനം സമർപ്പിക്കുകയുണ്ടായി. 150ഓളം ആളുകൾ ഒപ്പിട്ട് നിവേദനം സമർപ്പിക്കുകയുണ്ടായി. ആ നിവേദനത്തിൽ പറഞ്ഞത് അശാസ്ത്രീയമായ വാർഡ് വിഭജനം പരിശോധിക്കുകയും അത് ശാസ്ത്രീയമാക്കുകയും ചെയ്യണമെന്നാണ്. അത് വളരെയധികം ശാസ്ത്രീയമായിരിക്കുന്നു എന്നാണ് ഇന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് ഇതിൽ നമ്മുടെ 2 വർഷം മുമ്പ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന് ഒപ്പിടാൻ വേണ്ടി നിവേദനം സമർപ്പിക്കാൻ വേണ്ടി ഒപ്പിട്ട എല്ലാ ജനങ്ങൾക്കും ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുന്നു. വളരെയധികം നന്ദിയുണ്ട്. അതുകൊണ്ട് ഈ പുതിയ ഒരു വാർഡ് വിഭജനം വളരെയധികം ശാസ്ത്രീയമാണ് എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. വേക്കോട് പ്രദേശത്തുള്ള എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേക്കോട് വോട്ട് ചെയ്യാനുള്ളൊരു അവകാശം ഞാൻ നേടിയെടുത്തു എന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.